നമ്മളെപ്പോലെ ഈ മാതൃകാ ദമ്പതികൾ എന്ന് പറയുന്നതേ ആ ഒരു ഏരിയയിൽ ആരും ഇല്ല അല്ലേ? എന്നാലും അങ്ങനെ ഉണ്ടാവില്ലേ? കാരണം വെച്ചാൽ എത്ര വർഷത്തെ പ്രണയമായിരുന്നു, പ്രണയിച്ച് കല്യാണം കഴിച്ചല്ലേ നമ്മൾ. ഇവിടെ ഇരിക്കാം, മെല്ലെ ഇരിക്കണേ. ആലോചിച്ച് നോക്കി, നമ്മളെ ഈ പ്രണയം കണ്ടിട്ട് ആ നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ അല്ലേ, നമ്മുടെ ഈ ഒരു അസൂയ ഭർത്താവൊക്കെ ഭയങ്കര അസൂയ ആണോ? ശ്യാമളക്കോ? പിന്നെ എന്നോട് ചോദിക്കുവോ എന്താ അവാർഡാ കിട്ടിയത്, നിങ്ങൾക്കാണോ അത് ഏതെങ്കിലും ചാനലുകാർ തരുന്നതാണോ? ഞാൻ പറഞ്ഞല്ല, ഫ്രീ ആയി കിട്ടിയതാണോ? അല്ല വെറുതെ നമ്മൾ ക്യാഷ് കൊടുത്ത് മേടിച്ചാണ്. ശരിയമ്മേ ഞാൻ പറയട്ടെ, അവർക്കൊക്കെ ഒരു ഇതുപോലെ കേട്ടോ, നമുക്ക് ചരട് വാങ്ങിച്ച് കെട്ടണം കേട്ടോ. കാരണം നീ ഇങ്ങനെ എന്നെ സ്നേഹിക്കുന്നേ? പിന്നെ 10 വർഷമായിട്ട് നമ്മുടെ പ്രണയം അല്ലേ, ഇപ്പൊ മാതൃകാ ദമ്പതികൾക്കുള്ള അവാർഡ് വരെ നമുക്ക് കിട്ടി. ലൈഫ് ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോകണം അല്ലേ? നമ്മളെ കണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇനി അടുത്ത വർഷത്തെ പാഠപുസ്തകത്തിൽ നമ്മുടെ കഥ ഉണ്ടാവണം അല്ലേ? എല്ലാവർക്കും ഒരു മാതൃകയായിരിക്കണം. ഇപ്പോൾ പിള്ളേർക്കൊക്കെ ഇത് മാതൃകയാവണം അല്ലേ? പ്രണയിക്കുന്നവർക്കും അല്ലേ? നമ്മുടെ സ്നേഹമൊക്കെ പൂത്ത് അങ്ങനെ ആവണം. എനിക്ക് എന്നെ പറ്റി എന്താ അഭിപ്രായം? എനിക്ക് നിന്നെ കിട്ടിയത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ. ഭാഗ്യമല്ലേ ചേട്ടനെ പോലെ എനിക്ക് ഒരു വിഷമേ ഉള്ളൂ, നമുക്ക് ഇനി ഒരു കുഞ്ഞുങ്ങളൊക്കെ ഈ കുഞ്ഞുങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലേ നമുക്ക് ഇതുപോലെ പ്രണയിക്കാനും ഇതുപോലെ സ്നേഹിക്കാനും പറ്റില്ല. നമ്മൾ അറിയാലോ, ഞാൻ ഇതുവരെ നിന്നോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടോ? നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു തരാറില്ലേ? ഇന്നലെ തന്നെ എനിക്ക് 10 പവൻ്റെ ഗോൾഡ് വാങ്ങിച്ചു തന്നില്ലേ? എന്തൊക്കെ വാങ്ങിച്ചു തന്നു? എനിക്കുള്ളതല്ല നിനക്കുള്ളതല്ലേ? എന്തല്ലേ നമുക്ക് ഭയങ്കരം തന്നെയല്ലേ മാതൃക. ശരിക്കും പറഞ്ഞാൽ മാതൃകാ ദമ്പതികൾക്കുള്ള അവാർഡ് കിട്ടിയതെന്ന് വലിയ എല്ലാ സംഭവമല്ലേ അല്ലേ? ഇതുവരെ നീ എന്നോടും ചൂടായിട്ടില്ല. ഇതാരാണ്? ഞാൻ നിന്നോടും ചൂടായിട്ടില്ല. അതാരാന്നറിയില്ല. ഒരു മിനിറ്റേ. ഹലോ ചേച്ചി, ചേച്ചി ഒരു കാര്യം പറയട്ടെ. ഞാനൊരു കാര്യം പറയാം, അത് ആരോടും പറയരുത്. ഹലോ 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 പറ. ഒന്നും പറഞ്ഞില്ല എന്നോട്, ആരോടും പറയരുതെന്ന് മാത്രമേ പറഞ്ഞോളൂ. ആ താടിക്കാരൻ വന്നിട്ട് എന്താ പറഞ്ഞ? ചേട്ടാ അയാൾ എന്നോട് വിളിച്ചിട്ട് പറയുക ആരോടും പറയരുത്. ആള് വന്നിട്ട് ആരോടും അതെന്താ ആ പറഞ്ഞത്? എന്താന്നാ ഞാൻ ചോദിച്ചത്. ആരോടും പറയരുതെന്ന്. ഞാൻ സ്മിത, ഞാൻ ചോദിച്ചത് മനസ്സിലായോ? ആള് വന്നിട്ട് നിന്റെ ചെവിയിൽ എന്താണ് പറഞ്ഞതെന്നാ ഞാൻ ചോദിച്ചത്. എന്നോട് ആ വന്ന താടിക്കാരനല്ലേ? ആ താടിക്കാരൻ, ആ മോശം കാണാൻ. ഞാനൊരു കാര്യം പറയാം, അതാ പറഞ്ഞേ പുള്ളി. എന്ത്? ആരോടും പറയരുതെന്ന്. എടി നിന്റെ ഭർത്താവല്ലേ ഞാൻ? നമ്മൾ അവാർഡ് വാങ്ങിക്കും മനുഷ്യ. നീ അതൊക്കെ വിട്. നിന്റെ സ്വഭാവം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കുറച്ചു കാലമായിട്ട് എനിക്ക് നിന്നെ സംശയമുണ്ട്. ഇല്ലാത്തൊന്നല്ല, സംശയമുണ്ട്. നിന്റെ ഈ കറക്കും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പുള്ളിക്കാരൻ വന്നിട്ട് ചെവിയിൽ എന്താ പറഞ്ഞ അത് പറ. സ്വഭാവം മാറുന്നെന്ന് എന്തുവാ ഇത്? ഞാൻ പറഞ്ഞല്ലേ കാര്യം പറയുന്നെന്ന് കേക്ക്. അയാൾ വന്നിട്ട് ചെവിയിൽ എന്താണ് പറഞ്ഞതെന്നാ ഞാൻ ചോദിച്ചത്. ആരോടും പറയരുത്. അതെന്താണെന്ന് ഞാൻ ചോദിച്ചത്. ആരോടും പറയരുത്, ആരോടും പറയുന്നില്ല. അതെന്ത് എന്നോട് പറ. എനിക്ക് എന്നോട് പറയണ. നിന്റെ ഭർത്താവല്ലേ ഞാൻ? നിങ്ങൾ എന്റെ ഭർത്താവല്ലേ എന്ന് എനിക്കറിയത്തില്ലോ. പിന്നെ എന്ത്? ഒരുമിച്ച് വരുന്ന സമയത്ത് ഒരേ ഡ്രസ് ഇടണം, ഒരേ പാന്റ് ഇടണം എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവന്നിട്ട് അതാരാണ് പറ? എനിക്കറിയില്ല. നിന്റെ മുഖവും അയാളുടെ മുഖവും സെയിം. ആരാന്ന് പറ. ഇതാ നിന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട് അല്ലേ? ഇയാളല്ലേ നിനക്ക് വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്? സത്യം പറ. നീ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നത് അയാളല്ലേ? അവനല്ലേ നീ ഫോളോ ചെയ്തോണ്ടിരിക്കുന്നത്? ചേട്ടാ എനിക്കറിയില്ല, ആരോടും പറയരുതെന്നാ പറഞ്ഞേ. ഇത്ര ആൾക്കാർ അതെന്താന്നാ ചോദിച്ചത്. അയാൾ എന്താണ് പറഞ്ഞതെന്ന് ഞാൻ ചോദിച്ചത്. നിങ്ങളോട് ഞാൻ മര്യാദയ്ക്ക് പറയൂ, ആരോടും പറയരുതെന്ന് അയാൾ പറഞ്ഞു. കുമ്മാട്ടിക്കലി നീ എന്നാ വിചാരിച്ചത്? നീ സത്യം പറഞ്ഞേ. അയാൾ എന്താ പറഞ്ഞത്? നിന്റെ ചെവിയിൽ എന്താ പറഞ്ഞത്? അത് പറ. നിന്റെ ചെവിയിൽ എന്താ പറഞ്ഞത് പറ. ചേട്ടാ ഞാൻ പറയട്ടെ. എന്തുവാടാ? ഇത്രയും നേരം നീ എന്താ ഏട്ടാ കോട്ടാന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ എന്തുവാടാന്നാ? അയാൾ എന്താ പറഞ്ഞത് പറ. നിന്റെ ചെവിയിൽ നിന്നെ ഞാൻ ഇന്ന് കൊല്ലുവാണേ. നിന്നെ ഞാൻ ഇന്ന് കൊല്ലും, ഉറപ്പാ. ഇന്ന് നിന്റെ അവസാനം. എനിക്ക് അവാർഡും വേണ്ട, ഒരു അവാർഡും. നിന്റെ അപ്പുറം നിന്നെ എന്റെ തലയിൽ കെട്ടി വെച്ചപ്പോ തന്നെ എനിക്ക് സമാധാനം. എന്റെ പകുതി ജീവൻ 10 കൊല്ലമായി തുടങ്ങിയിട്ട് സഹിക്കുന്നുണ്ട് ഇത്രയും നാളായിട്ട്. ഞാൻ പറഞ്ഞേ അയാൾ പറഞ്ഞത് ആരോടും പറയരുതെന്നാ. എടാ അയാൾ എന്താ പറഞ്ഞതെന്നാ ഞാൻ ചോദിച്ചത്. അത് പറ. ഇന്ന് നിന്നെ ഞാൻ ഡിവോഴ്സ് ചെയ്യും. എനിക്ക് തന്നെ വേണ്ട. 10 കൊല്ലമായിട്ട് തന്നെ ഞാൻ സഹിക്കുവോ. എനിക്ക് വേണ്ടാന്ന് പറഞ്ഞില്ല തന്നെ. ആരോടും പറയരുതെന്നാ പരമനാറി എന്നോട് പറഞ്ഞേ. എത്ര നേരമായിട്ട് പറയുന്നു ആരോടും പറയരുത് പറയരുത് പറയരുത്. ഇതായാലും പറഞ്ഞേ. ഇനി നിന്റെ മുഖം നോക്കി ഞാൻ ഒരു കാര്യം പറയട്ടെ.
എനിക്ക് തന്നെ ഒന്നും കേൾക്കണ്ട. താ പോടോ, എനിക്ക് തന്നോട് ജീവിക്കാൻ പറ്റത്തില്ല. ഓടി മൂദേവി ഓ, പട്ടി. തരാവടി നിന്നെ ഞാൻ ഇന്ന് നിന്റെ അവസാനമാണ്. നിന്റെ ഭർത്താവല്ലേ ഞാൻ അവസാനമായിട്ട് ചോദിക്കാണ്. എടി അവൻ എന്താ നിന്റെ ചെവിയിൽ വന്ന് പറഞ്ഞത്? അത് പറ. എടാ പൊട്ട, തന്നോട് ഞാൻ കുറെ നേരമായിട്ട് പറയില്ല. അയാൾ വന്ന് എന്നോട് പറഞ്ഞ ആരോടും പറയരുത്. ഉണ്ട് കണ്ണി കരിന്തളെ, തന്നോട് പറഞ്ഞാൽ മനസ്സിലാവും. ഇന്ന് നിന്റെ അവസാനമാണ്. നിന്നെ ഞാൻ ഞാൻ ചാവണേ. ഈ റെയിൽവേ പാളത്തിൽ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കും. നോക്കാലോ. ആവശ്യത്തിന് ഒരു ട്രെയിനിങ് കാണുന്നില്ലല്ലോ. ഇന്ത്യൻ റെയിൽവേ ഇന്ന് ലീവാണോ? കാണാത്തെന്ത്? ഓടി നീ പോടാ പട്ടി, പോയി ചാവടോ. താൻ പോയി ചത്താലെന്തോ, 10 കൊല്ലമായിട്ട് സഹിക്കുവോ. പോടോ, പോയി ചാവടോ. പോയോ? ഇവിടെ ഒരു ഫാമിലി ഉണ്ടായിരുന്നേ, അവരെന്തേ? അവരിവിടെ കിടന്ന് അടിയും വിപ്ലവവും വിഷയമായിട്ട് ഇറങ്ങി. ആരാ? ഓ, ആ ചേട്ടൻ റെയിൽവേ ട്രാക്കിലൊക്കെ ചേട്ടാ. ഞാൻ വിശ്വസിച്ചില്ല. അവര് നല്ല സ്നേഹത്തോട് വന്ന ഫാമിലി. നിങ്ങൾ എന്തിനാ പറഞ്ഞിട്ട് പോയതുകൊണ്ട് ഇവിടെ ഭയങ്കര അടിയായത്. ഞാൻ വേറെ ഒന്നുമല്ല പറഞ്ഞു. ഞാൻ ചേച്ചിയോട് പറഞ്ഞ് ആരോടും പറയരുതെന്ന് പറഞ്ഞു. ആ സമയത്ത് കോളും വന്നു. ഇങ്ങനെയൊക്കെ എൻ്റെ അമ്മ ഇന്ത്യനാ വിദേശിയാ? അത് ഏതോ ഒരു കഴിപ്പണം കേട്ടോ. ഞാൻ 1 മണിക്കൂറായിട്ട് ഇവിടെ വന്ന് കുറ്റി അടിച്ചിരിക്കുന്നത്. നീ ഇവിടെ പോയി കിടക്കായിരുന്നു. എനിക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റണ്ടേ? എനിക്കിന്ന് കുറച്ച് പർച്ചേസിംഗ് ഉണ്ട്. ലുലു മാളിൽ പോകണ്ടേ? ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞായിരുന്നു. പോവാം. പൈസ ഉണ്ടോ? പൈസ ഞാനാ ചെലവാക്കുള്ളത്. പിന്നെ ഞാനാ ചെലവാക്കാനുള്ളത്. ഇവിടെ ജോലിയുള്ള നീ അല്ലടേ. എനിക്ക് ജോലിയൊന്നും ഇല്ലടേ. നീ അല്ലേ എന്നെ നോക്കാനുള്ളത്. അത് എവിടത്തെ ന്യായം? നീ ഉള്ള കാര്യം. നീ പൈസ ഉണ്ടെങ്കിൽ ബാ പോവാ. എനിക്കൊരു ജീൻസ് കൊടുക്കണം. അതൊക്കെ എടുക്കാൻ പോട്ടെ. പിന്നെ ഞാൻ അവിടെ നിന്ന് വന്നപ്പോഴേ ശ്രദ്ധിച്ചുകൊണ്ടുവന്നതാ. ആ മുട്ടത്തലയില്ലേ, കൂടെ സംസാരിച്ചുണ്ടോ? അയാൾ എന്തോന്ന് പറഞ്ഞത്? കുറെ നേരമായിട്ട് എന്താ കുച്ചുകുച്ചാ പറയാനായിട്ട് ഞാൻ അവിടെ നിന്ന് കേട്ടോണ്ടാണ്. അതൊന്നും ഇല്ലടേ. അത് ആരോടും പറയണ്ടെന്ന് പറഞ്ഞു. ആരോടും പറയണ്ടേ? ഓ, അതിപ്പോ എന്റെ അടുത്ത് പറഞ്ഞാലെന്താ? അയാൾ പറഞ്ഞത് ആരോടും പറയണ്ടെന്നാണ്. അതെന്നെ, അത് എന്റെ കൂടെ പറഞ്ഞത്. ഞാൻ ആരടുത്ത് പറയാനാ? എടി, ആ പുള്ളിക്കാരല്ലേ മുട്ട, ആ പുള്ളി പറഞ്ഞത് ആരോടും പറയണ്ടെന്നാണ്. എൻ്റെ അടുത്ത് പറഞ്ഞാൽ കുഴപ്പമില്ല. ഞാൻ നിങ്ങളെ വീട്ടിലാകെ നിങ്ങളെ അമ്മ മാത്രമല്ലേ ഉള്ളൂ. ആ നുണച്ചിടത്ത് ഞാൻ പറയാനേ പോകത്തില്ല. പിന്നെ എൻ്റെ വീട്ടുകാരായിട്ട് ഞാൻ പിണക്കാണല്ലോ നിങ്ങളുടെ ഇറങ്ങി വന്ന ശേഷം. എൻ്റെ അടുത്ത് പറഞ്ഞു. മക്കളെ, ആരോട് പറയണ്ടെന്നാണ് പറഞ്ഞത്. അത് വിട്. ഓക്കെ ചേട്ടാ, ഞാനൊരു കാര്യം പറയട്ടെ. ഞങ്ങൾ എത്ര വർഷമായിട്ട് പ്രണയിച്ചു? 7. കല്യാണം കഴിച്ച് എത്ര വർഷമായി? എത്രയായി? 5 5 5 7 എത്രയാ? 12. 12 വർഷമായിട്ട് ഞാൻ നിങ്ങളെ കൂടെ ഉണ്ട്. നിങ്ങൾ പറഞ്ഞ എന്തെങ്കിലും കാര്യം ഞാൻ പുറത്ത് ആരുടെയും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലേ. പിന്നെ ഈ കാര്യം പറ ചേട്ടൻ, പറയാൻ കേട്ടോ. നമുക്ക് പോണ്ടേ? പെട്ടെന്ന് പറയുവാ. എടി, ആരോടും പറയണ്ടെന്നാണ് പറഞ്ഞ അയാള്. അതെന്താടാ ആരോടും പറയാത്ത കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞാല്? എടാന്ന് പിന്നല്ലാതാ കാലേവാരത്തേക്ക് ഞാൻ തറയടിച്ചളയും. 7 വർഷം കൊണ്ട് പ്രണയിച്ച് 7ാമത്തെ വർഷം ഒരു ദിവസം രാത്രി നീ ഇറങ്ങി വാടിയെന്ന് പറഞ്ഞ് എന്റെ വീട്ടുകാരെ മൊത്തം കളഞ്ഞിട്ടാണ് ഞാൻ വന്നത്. വേണ്ടായിരുന്നു. അന്ന് രാത്രി 50 പവന്റെ സാധനം കൊണ്ടാണ് ഞാൻ വന്നത്. ചുമ്മാ അല്ല ഞാൻ വന്നത്. 50ന്റെ സാധനം നീ എന്നെ കൊണ്ട് ചെലവാക്കിയിട്ടുണ്ട്. എന്തും ചെലവാക്കി? നീ എന്റെ കൂടെ പറയല്ലേ. 50ന്റെ സ്വർണ്ണം നീ കൊണ്ടുവന്നിട്ട് പിറ്റേ ദിവസം ഐഫോൺ വേണമെന്ന് പറഞ്ഞ് കൊണ്ട് വിറ്റോളാണ് നീ. ആ കേസ് വിട്. കേസ് വിട്. കൊടുത്ത് ഐഫോൺ വാങ്ങിയ? അവ പിന്നല്ല, നീയല്ലേ വാങ്ങിച്ചോണ്ടൊന്ന്. ആ കേസ് സംസാരിക്കരുത്. പുള്ളി എന്താ പറഞ്ഞ? ആരോടും പറയണ്ടെന്ന് പറഞ്ഞു. അത്ര തന്നെ. വേറെ വല്ലതും ഉണ്ടോ വിഷയം? ആഹാ, ഇത്രയൊക്കെ ചെയ്ത് ഈ കണ്ട ജോലിക്ക് മൊത്തം പോയി ഞാൻ പണിയെടുത്തോണ്ട് വന്ന കാശിന് നിനക്ക് ഈ ശരീരം മൊത്തം ഈ വയറ് തന്നെ ഞാൻ ഉണ്ടാക്കിയ സാധനം വെച്ചിട്ടാണ് നിനക്ക് ഈ വയറ് തന്നെ വന്നത്. എന്നിട്ട് നിനക്ക് ഈ ഒരു കാര്യം എൻ്റെ അടുത്ത് പറയാൻ മടിയല്ലേ? നിന്നെ ഞാൻ കൊണ്ട് നടക്കണത് തന്നെ. നീ എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയുന്നു, ഷെയർ ചെയ്യുന്നു. കൊണ്ട് നടക്കണം, കൊണ്ട് കളയങ്ങ് നാത്തൂറിഞ്ചി. പോടാ പൊണ്ണ തടിയാ. വലിയ ഏത് നേരത്താന്ന് ഇവിടെ തന്നെ വന്നിരിക്കാൻ തോന്നി. ആ മുട്ടത്തലേനെ കാണാൻ തോന്നി. ഞാൻ വേട്ടാവളിനെ ഒന്ന് കിട്ടിയ ചവിട്ടി ഞാൻ കീറി എന്നെ വിളിച്ചു. നിനക്ക് അവനായിട്ട് ഒരു പരിചയമില്ല? എനിക്കൊരു പരിചയമില്ലെന്ന്. പരിചയമില്ലാത്ത ആള് വന്ന് പറഞ്ഞ കാര്യം ഇത്രയും പരിചയമുള്ള എൻ്റെ അടുത്ത് പറഞ്ഞാലുള്ള കാര്യം എന്താ ഇത്രയും വർഷമായിട്ട്? ശരി, അതല്ലേ ഞാൻ പറഞ്ഞത്. ആരോടും പറയണ്ടെന്നാണ് പറഞ്ഞതെന്ന്. എനിക്കിപ്പോ എല്ലാ കാര്യങ്ങളും പിടികിട്ടി. ഈ കിട്ടണ 50 പവനും പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ഈ പൈസ മുഴുവനും നീ എന്തിനാണ് ഉപയോഗിക്കണമെന്ന് എനിക്ക് പണി കിട്ടി. അയാൾക്ക് മാമ പണിയുണ്ടല്ലടാ.
മാമാപ്പണിയാ? മാമാപ്പണിയല്ലേ? അയാൾ കൊണ്ടുവന്ന ഏതോ പെണ്ണുമായിട്ട് നിനക്ക് കണക്ഷൻ ഉണ്ടെന്ന് എനിക്ക് ഇപ്പൊ മനസ്സിലായി. അയ്യേ. അതാണ് ഈ കിട്ടണ പൈസ മുഴുവനും നീ കളയണമെന്ന് എനിക്ക് മനസ്സിലായി. ഒരറ്റ അടി അടിച്ചിട്ട് വന്നാണ്ടല്ലോ. പിണ്ടിത്തനം പറയാം. ഇത്രയും നാൾ അപ്പൊ നീ എന്നെ ചോദിക്കായിരുന്നല്ലേ? ഏയ്. ഇത്രയും നാള് ഞാൻ പോണ്ട എന്റെ വീട്ടില്. നീ പോടി മുതുകാലത്തി. ചുറുചുറുക്കുള്ള ആമ്പിളരെ കൊണ്ടുവന്ന് എന്നെ കെട്ടിക്കും ഇനി ചെന്നാലും. ഇനിയും ഒരുത്തം പെടാൻ കിടക്കണം. എനിക്ക് വേണ്ട. പോടി കാണാടാ നമുക്ക്. നിന്നെ ഡിവോഴ്സ് ചെയ്തടി ഞാൻ. നീ എടി പോടി വച്ചറിഞ്ഞിട്ടേർന്നെങ്കിൽ താൻ എന്ത് പണിയാടോ കാണിച്ചേ? എന്തുകൊണ്ട് കാണിച്ച്? താൻ എന്തോ എന്നോട് ഒന്ന് പറഞ്ഞിട്ട് പോയേ? എന്റെ ചേച്ചി ഞാൻ പറഞ്ഞു ആരോടും പറയരുന്നൊരു കാര്യം പറയാൻ വന്ന്. ആ, അങ്ങനെ വന്നപ്പോ എന്നോട് കാര്യം എന്തോ? ഇല്ലെന്ന് പറഞ്ഞ് എനിക്കൊരു ഫോൺ വന്ന് ഞാൻ പോയി തിരിച്ചു വന്നപ്പോ ചേച്ചി അവിടെ കണ്ടില്ലേ? എവിടെ പോയി? താൻ പോയി എന്റെ ജീവിതവും പോയി. ഇനി മേലിൽ ഇതുപോലെ ആരോടും പറയരുത്, കേട്ടല്ലോ? അളിയ ഇവിടെ നടന്ന കാര്യം എൻ്റെ അളിയൻ ആരോടും പറയരുത്.